ടെന്നീസ് കോർട്ടിനടിയിൽ നിന്ന് 500 വർഷം പഴക്കമുള്ള ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഹംഗറിയിലെ വിസേഗ്രാഡിലെ പുരാവസ്തു ഗവേഷകരാണ് ചരിത്രപരമായ ഈ കണ്ടെത്തൽ നടത്തിയത്. 13-ാം നൂറ്റാണ്ടിലെ രാജകൊട്ടാരത്തിനും കോട്ടയ്ക്കും പേരുകേട്ട സ്ഥലമാണ് ഡാന്യൂബ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വിസേഗ്രാഡ് പട്ടണം. കോട്ടയും അതിന്റെ ചുറ്റുപാടുകളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 3 വർഷം മുമ്പാണ് വിപുലമായ വികസന പദ്ധതിക്ക് പ്രാദേശിക സർക്കാർ തുടക്കമിട്ടത്. ഈ പ്രൊജക്ടിനിടെയാണ് കോട്ടയ്ക്ക് സമീപം ഖനനം നടത്തിയ ഗവേഷകർ 500 വർഷം പഴക്കമുള്ള ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് ഹംഗറിയിലെ നാഷണൽ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ചർച്ച് ഓഫ് ദി വിർജിൻ മേരി എന്നറിയപ്പെടുന്ന ഈ ഫ്രാൻസിസ്കൻ ആശ്രമം 1425-ൽ ഒരു ഹംഗേറിയൻ രാജാവ് സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു. ആശ്രമത്തിന്റെ അടിസ്ഥാനം, പ്രധാന അൾത്താര, ക്രിപ്റ്റ് എന്നിവയുൾപ്പെടെ ഉത്ഖനനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1544-ൽ ഒട്ടോമൻ സാമ്രാജ്യം വിസേഗ്രാഡ് ഏറ്റെടുത്തതിനെ തുടർന്നാണ് ദേവാലയത്തിന്റെ തകർച്ച ആരംഭിച്ചത്. 1980-കളിൽ ദേവാലയത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും ടെന്നീസ് കോർട്ടിന്റെ സാന്നിധ്യം മൂലം കൂടുതൽ പര്യവേക്ഷണം നടത്താനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെട്ടു. പുതിയ കണ്ടെത്തൽ വിസേഗ്രാഡ് കാസിലിന്റെ വിശാലമായ പുനരുദ്ധാരണ പദ്ധതി ത്വരിതപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു.